ഈ ഒരു സിനിമ കൊള്ളില്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് കാണാനായിട്ട് പോയത്. പക്ഷേ ആ ഒരു പ്രതീക്ഷയിൽ പോയിട്ട് പോലും ഇത് കണ്ടു തീർക്കാൻ പറ്റില്ല. അത്രയ്ക്ക് വെറുപ്പിലാണ് ഈ ഒരു സിനിമ. കള്ളനും ഭഗവതിയും തിയേറ്ററിൽ പോയി കാണാത്തത് എന്തുകൊണ്ടും നന്നായി എന്ന് എനിക്ക് തോന്നി. OTTയിൽ കണ്ടതുകൊണ്ട് സ്കിപ്പ് ചെയ്ത് കാണാൻ പറ്റിയല്ലോ. ഇത് തിയേറ്ററിൽ പോയി 130 രൂപ കൊടുത്ത് കണ്ടവരുടെ അവസ്ഥ ആലോചിക്കുമ്പോൾ എനിക്ക് നല്ല സങ്കടമുണ്ട്. കാരണം 130 രൂപ കൊടുത്തും പോയി തിയേറ്ററിൽ ഇരിക്കുകയും വേണം 2 മണിക്കൂർ. ആ ഒരു അവസ്ഥയായിരിക്കും ഈ ഒരു സിനിമ കണ്ടപ്പോൾ അവർക്ക് തോന്നിയത്. ഈസ്റ്റ് കോസ്റ്റ് വിജയനാണ് ഈ ഒരു സിനിമയുടെ ഡയറക്ടറും പ്രൊഡ്യൂസറും. അതുകൊണ്ട് പ്രൊഡ്യൂസർക്ക് നഷ്ടം വന്നു എന്നുള്ള ആ ഒരു ഇത് വരത്തില്ല. പുള്ളിക്കൊരു ഫണ്ണായിട്ടൊരു സിനിമ ഡയറക്റ്റ് ചെയ്യണമെന്ന് തോന്നി ഡയറക്റ്റ് ചെയ്തതായിരിക്കാം. വിഷ്ണു ഉണ്ണികൃഷ്ണനാണ് ലീഡിങ് റോള് ചെയ്തിട്ടുള്ളത്. ഈ സിനിമയുടെ പേര് പോലെ തന്നെ കള്ളനും ഭഗവതിയും ആയിട്ടുള്ള ഒരു കഥയൊക്കെയാണ്. ഇതൊരു 5 മിനിറ്റിലൊക്കെ വേണേൽ പറഞ്ഞു തീർക്കാൻ പറ്റുന്ന കഥയാണ് ആക്ച്വലി. ഒരു മോഷണം പോലും വിജയകരമായിട്ട് ചെയ്യാൻ പറ്റാത്ത ഒരു കള്ളൻ സൂയിസൈഡ് ചെയ്യാനായിട്ടുള്ള ഒരു അറ്റംപ്റ്റൊക്കെ നടത്തുന്നു. അപ്പോൾ ഒരു പെൺകുട്ടിയെ പരിചയപ്പെടുന്നു. ആ ഒരു പെൺകുട്ടി ഒരു 6-നപ്പുറത്തൊരു വലിയ അമ്പലമുണ്ട്, അവിടെ വിഗ്രഹമുണ്ട്, അത് മോഷ്ടിച്ചോളാൻ പറയുന്നു. ഇത് കേട്ട് കള്ളൻ അത് പോയി മോഷ്ടിക്കാനായിട്ട് പോകുന്നു. ആ ഒരു വിഗ്രഹം അടിച്ച് വെള്ളത്തിൽ ചാടുന്ന സമയത്ത് ഈ കള്ളൻ മുങ്ങിപ്പോകുന്നതും ഭഗവതി പ്രത്യക്ഷപ്പെട്ടിട്ട് ഈ കള്ളനെ രക്ഷിക്കുന്നതുമാണ് സ്റ്റോറി. അത് കഴിഞ്ഞിട്ട് അവിടം വരെ ആയല്ലോ. അത് കഴിഞ്ഞിട്ടാണ് കോമഡി. ഈ കള്ളൻ്റെ കൂടെ ഭഗവതി പോവാണ്. അതായത് പ്രത്യക്ഷപ്പെട്ട ഭഗവതി 10 വർഷം കഴിഞ്ഞിട്ട് പ്രതിഷ്ഠയിൽ പോകാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് കള്ളൻ്റെ കൂടെ പോകുന്നതും കള്ളനെ നന്നാക്കുന്നതും ഒരു നല്ലവനായി ഉണ്ണിയാക്കുന്നതുമാണ് ഈ ഒരു സിനിമ കാണിച്ചു പോകുന്നത്. ഇത്രയാണ് സ്റ്റോറി. ലിറ്ററലി ഇതാണ് സ്റ്റോറി. ഇതിനിടയ്ക്ക് ഒരു റൊമാൻസ് ഒക്കെ ഉണ്ട്. ഈ അവസാനം ഇതിൻ്റെ ക്ലൈമാക്സ് എന്ന് പറഞ്ഞാൽ കള്ളൻ ഭയങ്കര നല്ലവനാവുന്നു, കള്ളൻ അവിടുത്തെ മെയിൻ ആകുന്നത് പോലെയാണ് ഈ ഒരു സിനിമ കാണിച്ചു വെച്ചിട്ടുള്ളത്. വലിച്ചു നീട്ടാണ്. ഈ ഇത്രയുള്ള സ്റ്റോറിയെ നിങ്ങൾ ഒരു എത്ര മിനിറ്റിൽ കണ്ടു തീർക്കാൻ പറ്റും? ഒരു 15 മിനിറ്റിൽ നമുക്ക് വേണമെങ്കിൽ സ്റ്റോറി പറഞ്ഞു തീർക്കാമല്ലോ. ഈ ഒരു 15 മിനിറ്റ് സ്റ്റോറിയെ 2 മണിക്കൂർ വലിച്ചു കിട്ടിയെങ്കിൽ ഇതാണ് ഈ ഒരു സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തരത്തിൽ ഇതിനകത്ത് കണ്ടിരിക്കാൻ പറ്റില്ല. കാരണം എൻ്റെ ഡയലോഗ്സ് എൻ്റെ പൊന്നെ വെറുപ്പിച്ച് കൊല്ലും ഡയലോഗ്സ്. സത്യം പറഞ്ഞാൽ നല്ല വെറുപ്പിലായിരുന്നു ഡയലോഗ്സ്. പിന്നെ ഇതിനകത്ത് കുറേ ബാക്ക്ഗ്രൗണ്ട് സ്കോറുകളൊക്കെ ഉണ്ട്, കുറേ കൂതറ ബാക്ക്ഗ്രൗണ്ട് സ്കോറുകളൊക്കെ. അതായത് ഒരു ഒരു മന്ത്രവാദി വന്ന് ഈ ദേവി ആവാഹിക്കാനൊക്കെ വരുന്ന സമയത്തൊക്കെ ഉള്ള ഒരു പെർഫോമൻസും കാര്യങ്ങളും, അതൊക്കെ വൻ ശോകം. പിന്നെ മൊത്തത്തിൽ ഇതിനകത്ത് എവിടൊക്കെയോ മൊത്തത്തിൽ ഇങ്ങനെ അലങ്കോലമായിട്ട് കിടക്കുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സിനിമ കണ്ടു തുടങ്ങി ഒരു ഫസ്റ്റ് നായകൻ ഇൻട്രോ ആയപ്പോഴേ എനിക്ക് മനസ്സിലായി ഈ സാധനം എങ്ങോട്ടാണ് പോകുന്നത്, ഇത് ഒരു നടക്കി പോകുന്ന ലക്ഷണമില്ല എന്ന് മനസ്സിലായി. എങ്കിലും നമുക്ക് കണ്ടു നോക്കാമല്ലോ എന്നുള്ള രീതിയിൽ കണ്ടു നോക്കുന്നു. ഒരു തരത്തിലിത് പറ്റുന്നില്ല. കള്ളൻ ആദ്യം ഒരു അമ്പലത്തിൽ മോഷ്ടിക്കാൻ പോകുന്നു, അവിടുന്ന് പറ്റുന്നില്ല. അതിനിടയ്ക്ക് നായികയുടെ കുറേ ശോകം കഥകൾ, നായികയുടെ അമ്മയ്ക്ക് സുഖം വരുത്തുന്നതൊക്കെ ഈ ദേവി, അങ്ങനെ കുറേ സാധനങ്ങൾ. ഇതൊക്കെ എങ്ങനെ ലോജിക്കലായിട്ട് അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ ഇത് ദഹിക്കും എന്നുള്ളതാണ്. ഒരു 80s സിനിമ, ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയൊക്കെ ആയിരുന്നുണ്ടെങ്കിൽ ഓക്കെ, നമ്മൾ വിശ്വസിച്ചേനെ, ഇവിടെയുള്ള പ്രേക്ഷകർ വിശ്വസിച്ചേനെ. പക്ഷെ ഇപ്പം ഒരു ലോജിക് വൈസ് ആയാലും ഡയലോഗ്സ്, ദേവിയുടെയൊക്കെ ഡയലോഗ്സൊക്കെ കേട്ട് കഴിഞ്ഞാൽ ചിരി വരും. സത്യം പറഞ്ഞാൽ ചിരി വരും. ദേവി രാവിലെ 4 മണിക്ക് എഴുന്നേറ്റ് ദേവിക്ക് കമ്പലക്കുളത്തിൽ കുളിക്കാൻ പോകണം. പിന്നെ ഇതൊക്കെ ഞാൻ എന്ത് പറയാനാണ്? ഇത്രയും ഒരു കോമഡിയായിട്ട് ഈ സിനിമ എടുത്തു വെച്ച ഡയറക്ടറിനോടാണ് എനിക്ക് പറയാനുള്ളത്. പുള്ളി ഇനി ഈസ്റ്റ് കോസ്റ്റ് വിജയൻ ഇനി സിനിമ എടുക്കാൻ പോകുന്ന എനിക്ക് തോന്നുന്നില്ല. അതോടെ പുള്ളി മതിയായി കാണും. നല്ല രീതിയിൽ ഈ തിയേറ്ററിൽ ഇത് സിനിമ കണ്ടവർ സമ്മതിക്കണം, സത്യമായിട്ട് സമ്മതിക്കണം. തിയേറ്ററിൽ പോയി സിനിമ കണ്ടവർ. പുള്ളിക്ക് ഒരുപാട് ചിലവുകളൊന്നും ഇല്ലായിരുന്നു ഈ ഒരു സിനിമയ്ക്ക് എന്നുള്ള സത്യമാണ്. എന്നാലും ചിലവാക്കിയ പൈസ ആയിട്ട് ഒരു 1% പോലും തിരിച്ചു കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതൊക്കെ എങ്ങനെ തിയേറ്ററിൽ നിന്ന് എങ്ങനെ ഇത് കാണും? 2 മണിക്കൂർ സർവൈവ് ചെയ്യുന്നവർ സമ്മതിക്കണം. നിങ്ങൾക്ക് ആരോടെങ്കിലും ദേഷ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു സിനിമ ഇതേപോലുള്ള സിനിമകളൊക്കെ കൊണ്ട് കാണിച്ചു കൊടുത്താൽ അവർക്ക് സെറ്റായിക്കോളും. നിങ്ങൾ സജസ്റ്റ് ചെയ്താൽ മതി സൂപ്പർ സിനിമയാണെന്ന് പറഞ്ഞാൽ അവർ പോയി കാണുമ്പോൾ അവർക്ക് സമാധാനമാവും. അങ്ങനെ ഒരു വെറുപ്പീര് സിനിമയാണ് ഈ ആഴ്ച കണ്ട സിനിമകളെല്ലാം. മലയാള സിനിമകളെല്ലാം ഇങ്ങനത്തെ വെറുപ്പീരാണ് ഞാൻ OTTയിൽ കണ്ടത്. ഇനി OTTയിൽ വരാത്ത എന്തോരം സിനിമകളൊന്നുണ്ടെന്ന് അറിയുമോ? ധ്യാൻ്റെ കഴിഞ്ഞ വർഷം ഇറങ്ങിയ ഒരുപാട് സിനിമകൾ വരാനുണ്ട്, ഒന്നും കണ്ടിട്ടില്ല. അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പം വേറെ വല്ല ഭ്രാന്തും വരും. എന്തായാലും കള്ളനും ഭഗവതിയും നിങ്ങൾ ഒരിക്കലും അറിഞ്ഞുകൊണ്ട് പോയി തലവെക്കാതിരിക്കുന്നതായിരിക്കും നല്ലതെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വീഡിയോ നിർത്തുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോ. അതുവരെ ബൈ.